SIT തന്ത്രിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സംഘം കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. SIT തന്ത്രിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. അശ്വിൻ, തന്ത്രിയുടെ വീട്ടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു, വിവരങ്ങൾ. തന്ത്രിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായത്. ഈ വിഷയത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ തൊട്ടുപിന്നാലെ റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആദ്യം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ, പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ അശ്വിൻ പാലാഴി വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളിൽ പരിശോധന നടക്കും വീട്ടിൽ? അശ്വിൻ. അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധികൾ ഈ ചെങ്ങന്നൂരുള്ള തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയത്. വൻ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് വരവ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിരിക്കുന്ന നിർണായക വിവരങ്ങളുണ്ട്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടും ഒപ്പം കടത്തലുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പ്രധാനമായി സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീട്ടിൽ ഇപ്പോൾ നേരിട്ടെത്തിയുള്ള ഈ പരിശോധന. വീട്ടിൽ എന്തൊക്കെ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ശബരിമലയിൽ നിന്നടക്കം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വാജിവാഹനമടക്കം ഈ വീട്ടിലാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പ്രധാനമായും SIT പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം ഇവിടെയുണ്ട്. അവരെയും വിശദമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ 13ാം പ്രതിയായി ഇദ്ദേഹത്തെ ചേർക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത കൈവരിക്കാൻ കൂടിയാകും ഒരുപക്ഷെ ഈ പരിശോധന ഉണ്ടാവുക. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്ന് കണ്ടെത്തിയിരുന്നത്. ഒപ്പം ഈ തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നടക്കമുള്ള കണ്ടെത്തലുകൾ ഈ SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഒപ്പം ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഒത്താശ അത് നടത്തിയത് ഈ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. ഈ SITയുടെ പ്രത്യേക സംഘം ഇപ്പോൾ വീട്ടിലുള്ള ആളുകളെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. വീടിൻ്റെ മുൻവശത്ത് തന്നെയുള്ള ആ ഒരു കോറിഡോറിൽ അവിടേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു സംഘം വനിതകളടങ്ങുന്ന സംഘമാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയും മകളും അടക്കം അകത്തുണ്ട്. ഒപ്പം മറ്റു ബന്ധുക്കൾ ഈ പുറത്തുമുണ്ട്. അവരിൽ നിന്ന് പ്രധാനമായും വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ലക്ഷ്യം. ഒപ്പം ഈ വീട്ടിൽ ഒരു പരിശോധന കൂടി ഉണ്ടാകും. അത് എന്തെങ്കിലുമൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും ഈ SITയുടെ ഒരു പരിശോധന ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ തന്നെ വ്യക്തമായിരുന്നു. അതനുസരിച്ചുള്ള ഒരു നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. SIT സംഘം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ചെങ്ങന്നൂരിൽ എത്തിയിരുന്നു. അതിനുശേഷം കൃത്യമായ ഒരു സമയത്ത് എത്തി ഇവിടെ പരിശോധന നടത്തുകയാണ് ചെയ്തിരുന്നത്. നേരത്തെ പല രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഈ പിന്തുണയുമായി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SITയുടെ പരിശോധന കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുന്നത്. എന്തായാലും ഒരു നിർണായക പരിശോധനയാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വലിയ പോലീസ് സന്നാഹം ഈ വീടിന് മുന്നിലുണ്ട്. SIT അനുഗമിച്ചെത്തിയ വൻ പോലീസ് സന്നാഹം ഇപ്പോൾ വീടിന് പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും എത്ര നേരം ഈ പരിശോധന നീണ്ടുപോകും എന്നടക്കം ശ്രദ്ധേയമാണ്. എന്തെങ്കിലും കണ്ടെത്താനാകുമോ? അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് കിട്ടിയ ലീഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിശോധന എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാകും പ്രധാനമായും ഇപ്പോൾ ഈ പരിശോധനയിൽ ഉണ്ടാവുക. എന്തായാലും അല്പസമയം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രതിനിധികൾ ഈ വീട്ടിലേക്ക് എത്തി അവരുടെ പരിശോധന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.